ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 20-ാം വാക്യം. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. ക്രൈസ്തവ ജീവിതത്തില് സഹനങ്ങൾ ഉണ്ടാവുമെന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയെ അനുഗമിക്കാനായിട്ട്, അവന്റെ വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തില് ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് സഹനങ്ങൾ ഉണ്ടാവും. ഈ സഹനങ്ങളില് നീ വീണു പോവരുത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് വിശ്വാസത്തിൽ കുറവ് സംഭവിക്കുന്നത് പലപ്പോഴും സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെ. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ നാം ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയില്ല, അവനോട് ചേർന്ന് ജീവിക്കും. പക്ഷേ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആഗ്രഹിച്ച കാര്യം ലഭിക്കാതെ വരുമ്പോൾ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് സഹനങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും ദൈവത്തെ തള്ളിപ്പറയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക, വിശ്വാസം നഷ്ടപ്പെട്ട വ്യക്തികളായിട്ട് മാറുക. അതുകൊണ്ടാണ് വചനത്തിലൂടെ ഈശോ നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത്, മോനെ നിന്റെ ജീവിതത്തില് എപ്പോഴും സഹനമുണ്ടായിരിക്കും. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിലും നിങ്ങളെയും പീഡിപ്പിച്ചിരിക്കും. നിങ്ങൾ എന്നെയാണ് അനുഗമിക്കുന്നതെങ്കിൽ, എന്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സഹനമുണ്ടാവും. സ്വയമുള്ളവരെ, സഹനം എന്ന് പറയുന്നത് ഒരു ഉപേക്ഷിക്കലല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ പോകുന്നത് യഥാർത്ഥ വഴിയിലൂടെയാണ് എന്നതിൻ്റെ തെളിവാണ് ഈ സഹനം. നമുക്കറിയാം അല്ലെ, ഈശോയോട് ചേർന്നിരിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോഴാണ് ഈ സഹനങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ ഇന്ന് കുറച്ച് സമയം ഈശോയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ഇന്നായിരിക്കും എൻ്റെ ജീവിതത്തില് ഏറ്റവും കൂടുതൽ തിരക്ക് അല്ലെ. ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. എന്തുകൊണ്ടാ? നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പുറകെ നിന്ന് ഒരാൾ നമ്മളെ തിരിച്ചു വലിക്കും. അതാരാണ്? പിശാച്. തമ്പുരാനോട് ചേർന്നിരിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തില് ഈ സഹനങ്ങളും ഈ പ്രലോഭനങ്ങളും കടന്നു വരുന്നത്. അതുകൊണ്ട് ഒന്ന് നോക്കുക, ഈ പ്രലോഭനങ്ങളില്, ഈ സഹനങ്ങളില് വീണു പോകരുത്. വിശ്വാസം ഉപേക്ഷിച്ച് കടന്നു പോകരുത്, മറിച്ച് ഈ സഹനം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തില് തരുന്നതാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം. ഞാൻ പോകുന്നത് യഥാർത്ഥ വഴിയിലൂടെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റണം. കാരണം ഞാൻ ഈ സഹനങ്ങള് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. അവൻ എൻ്റെ ജീവിതത്തില് എനിക്ക് വേണ്ടത് കൃത്യമായിട്ട് പ്രദാനം ചെയ്യും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ സഹനങ്ങളെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. സഹനങ്ങളിൽ വീണു പോകാതെ ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് ഈ സഹനങ്ങളെ അതിജീവിക്കുവാനായിട്ട് കൂടുതൽ തീഷ്ണതയോടുകൂടി, ആഴമായ വിശ്വാസത്തോടുകൂടി ദൈവത്തോട് ചേർന്നിരുന്ന് അവന്റെ വചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.